നിസ്സാരമായ ഒരു തർക്കത്തിന്റെ പേരിൽ സ്വന്തം സഹോദരൻ അതിക്രൂരമായി കൊല ചെയ്യപ്പെടുന്നു. സഹോദരിയായ പൂജ ശർമ്മയ്ക്ക് നിസ്സഹായയായി ആ രംഗം കൺമുന്നിൽ കാണേണ്ടി വരുന്നു. അതുണ്ടാക്കിയ ആഘാതത്തിനൊപ്പം തന്നെ മറ്റൊന്നുകൂടി അവൾക്ക് നേരിടേണ്ടി വന്നു. സഹോദരന്റെ ശേഷക്രിയ ചെയ്യാൻ ബന്ധുക്കളാരും തയ്യാറായില്ല. അവസാനം അവൾ തന്നെ ആ ദൗത്യവും ഏറ്റെടുക്കേണ്ടി വന്നു. ഇന്നിതാ സഹോദരന്റെ ശേഷക്രിയ ചെയ്ത് തുടക്കം കുറിച്ച പൂജ ശർമ്മ ലോകത്തെ സ്വാധീനിച്ച 100 സ്ത്രീകളിൽ ഒരാളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. സഹോദരന്റെ ശേഷക്രിയ ചെയ്തതിൽ പിന്നെ ഒരു സ്ത്രീ മരണാനന്തര ചടങ്ങ് നടത്തിയെന്ന പേരിലും പൂജയ്ക്കെതിരെ ആളുകൾ ക്രൂരമായ വിമർശനങ്ങൾ നടത്തി. പക്ഷേ ആ മരണവും അതേ തുടർന്നുണ്ടായ കർമ്മങ്ങളും പൂജയുടെ തുടർന്നുള്ള ജീവിതത്തെ കൂടുതൽ നിർണായകമാക്കുകയാണ് ചെയ്തത്. 2024 ലോകത്തെ സ്വാധീനിച്ച 100 സ്ത്രീകളിൽ ഒരാളായി പൂജയെയും തിരഞ്ഞെടുത്തിരിക്കുകയാണിപ്പോൾ BBC. 2022 മാർച്ച് 12-നാണ് സഹോദരൻ കൊല ചെയ്യപ്പെടുന്നത്. ശേഷക്രിയ നടത്താൻ ആരും തയ്യാറാകാതിരുന്നപ്പോൾ പൂജ തന്നെ മുന്നോട്ട് വന്ന് അത് പൂർത്തിയാക്കി. തലയിൽ ഒരു ടർബൻ കെട്ടി അവൾ ആ ദൗത്യം പൂർത്തിയാക്കുകയായിരുന്നു. വ്യക്തിപരമായി നേരിടേണ്ടി വന്ന ആ അനുഭവമാണ് പൂജയുടെ തുടർന്നുള്ള ജീവിതത്തിന് പ്രചോദനമായത്. ആശ്രിതരില്ലാത്തതും ഏറ്റെടുക്കാൻ ആളില്ലാത്തതുമായ മൃതദേഹങ്ങളുടെ ശേഷക്രിയ നടത്തുക എന്ന സാമൂഹ്യ ദൗത്യം പൂജ സ്വയം ഏറ്റെടുത്തു. അന്നു തൊട്ട് ഇന്ന് വരെ ഏതാണ്ട് 4000-ഓളം പേരുടെ മരണാനന്തര കർമ്മങ്ങൾ പൂജ ചെയ്തു കഴിഞ്ഞു. ഹിന്ദു മതത്തിലെ മരണാനന്തര ചടങ്ങുകൾ പുരുഷന്മാരാണ് നടത്തുന്നത്. അതിനാൽ സ്വസമുദായത്തിൽ നിന്നും മതാധികാരികളിൽ നിന്നും പൂജയ്ക്ക് കടുത്ത എതിർപ്പ് നേരിടേണ്ടി വന്നു. എങ്കിലും അവയൊന്നും കാര്യമാക്കാതെ പൂജ ആ ദൗത്യം തുടർന്നുകൊണ്ടേയിരുന്നു. പൂജ ശേഷക്രിയ നടത്തിയവരിൽ വിവിധ ദേശക്കാരും മതക്കാരുമുണ്ട്. ഈ പ്രവർത്തനങ്ങളെ മുൻനിർത്തിയാണ് കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ വിഭാഗത്തിൽ പൂജയെയും ലിസ്റ്റ് ചെയ്തത്. സാമൂഹ്യ പ്രവർത്തക അരുണ റോയി, ഗുസ്തി താരവും രാഷ്ട്രീയ നേതാവുമായ വിനേഷ് ഫോഗട്ട് എന്നീ ഇന്ത്യക്കാരും ലിസ്റ്റിലുണ്ട്. ഇന്ത്യൻ അമേരിക്കനായ സുനിത വില്യംസ് ഉൾപ്പെടെയുള്ളവർ ലിസ്റ്റാണിത്. 1996 ജൂലൈ 7-ന് ഡൽഹിയിൽ ജനിച്ച ഈ 28-കാരി ബ്രൈറ്റ് ദി സോൾ ഫൗണ്ടേഷൻ എന്ന NGOയുടെ സ്ഥാപക കൂടിയാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണിത്. സാമൂഹ്യ മാധ്യമങ്ങളിലും സജീവമാണ് പൂജ ശർമ്മ.